ആവി പറക്കുന്ന ഒരു സാമ്പാർ നല്ല ദോശയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ഇഡലിയുടെ കൂടെ കഴിക്കാം അല്ലേ. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് പരിപ്പെടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് കായത്തിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, പൊടിയല്ലേ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ സാമ്പാറിന് പറ്റുന്ന എല്ലാ വെജിറ്റബിൾസും അതിൻ്റെ കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഞാൻ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളം നമ്മുടെ വെജിറ്റബിൾസിൻ്റെ അളവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ഒരു 4 വിസിലടിച്ച് എടുത്തതിന് ശേഷം ഇങ്ങനെയുണ്ട് നമ്മുടെ സാമ്പാറായിട്ടുണ്ട്. ഇനി നമുക്കതിനെ കടുക് വറുത്ത് അതിൻ്റെ അകത്തേക്ക് നമുക്കിതിനെ ഒഴിച്ചെടുക്കാം. അപ്പോൾ കടുക് വറുക്കാൻ വേണ്ടി കടുക് ഇട്ടു. അതിന് ശേഷം വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില. ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് അധികം എടുത്തോളൂ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതിന് കുക്കറിൽ നിന്ന് എടുത്ത് നമ്മളൊരു പാനിലേക്ക് മാറ്റുകയാണ്. അത് ഒഴിച്ചു. അതിന് ശേഷം ഞാൻ മുളക് പൊടി 1 ടീസ്പൂണും ഒരു മല്ലിപ്പൊടി 1 ടീസ്പൂണും കൂടി ഇട്ട് ആവശ്യത്തിന് വേണ്ടുന്ന പുളിയും ഒഴിച്ച് ഉപ്പ് ഈ സമയം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന്